സ്വാഗതം ന്യൂസ് 18 ഇന്ത്യയിലേക്ക്. ചിത്രം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. UP അല്ലാത്തൊരു പ്രതിപക്ഷ നിരയെ വാർത്തെടുക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കളോട് മമതാ ബാനർജി നേരിട്ടെത്തിയാണ് ചർച്ച നടത്തുന്നത്. मेरे को मन था कि आज जो परिस्थिति चल रहा है देश में, जैसा फैसिज्म चल रहा है, इसको खिलाफ में एक स्ट्रॉन्ग अल्टरनेटिव फोर्स बनाना चाहिए. अकेला कोई नहीं कर सकता है. जो स्ट्रॉन्ग जिधर में आए उसको लेके करना पड़ेगा. इसी के लिए सारोद्दी इज द सीनियर मोस्ट लीडर. सारोद्दी क्या बोला, एक अल्टरनेटिव स्ट्रॉन्ग होना चाहिए जो लड़ाई करते हैं. अगर कोई लड़ते नहीं है तो हम क्या करें? हम चाहते हैं कि सबको लड़ाई करना है. फील्ड में रह के क्या यूपीए, अभी यूपीए नहीं है. यूपीए क्या है? क्लियर करेगा बैठ के. ദേശീയ തലത്തിൽ BJP നേരിടുന്നതിന് കോൺഗ്രസ് ഇല്ലാത്ത കരുത്തായ ഒരു നേതൃത്വത്തെ തയ്യാറാക്കുകയാണ് ലക്ഷ്യമെന്ന് മറയില്ലാതെ മമതാ ബാനർജി വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഇത് മൂന്നാം ബദലാകില്ല. മറിച്ച് കോൺഗ്രസിനെ മാറ്റി നിർത്തിയുള്ള ഒരു BJP ബദൽ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മമത. അതുകൊണ്ട് തന്നെയാണ് ശരത് പവാറിനെയും ശിവസേന നേതാക്കളെയും മമത നേരിട്ട് സന്ദർശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മമത ശരത് പവാറിനെ മുംബൈയിലെത്തി സന്ദർശിച്ചത്. പവാറുമായി മാത്രമല്ല, ശിവസേന നേതൃത്വവുമായും മമത ചർച്ച നടത്തി. BJPക്കെതിരെ ശക്തമായ പ്രതിപക്ഷ നിര ആവശ്യമാണെന്ന് ശരത് പവാർ വ്യക്തമാക്കുകയും ചെയ്തു. national level, like when the forces has to come together, they have to set up a collective leadership platform, and we have to provide a strong alternative to leadership. Overall thinking is not for today, but for 2024 election. This platform has to be established. Those who are against BJP, if they will come together, they are welcome. जिसका फर्क इस देश का जनता का भरोसा रहेगा और BJP को दूर करने के लिए मददगार होगा, उस रास्ते से हम जाएंगे. ബംഗാളിലെ ആവർത്തിച്ചുള്ള വിജയങ്ങളിലൂന്നിയാണ് തൃണമൂലിന്റെ നീക്കങ്ങൾ. അടുത്ത കാലത്തെങ്ങും BJPക്കെതിരെ ഒറ്റയ്ക്ക് ഒരു പാർട്ടി ഇത്ര വലിയ വിജയം നേടിയിട്ടില്ല. ആ വിജയങ്ങളിലൂടെ മമത പ്രതിപക്ഷ നിരയിലെ വലിയൊരു ശക്തിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തൃണമൂലിൽ നിന്ന് നേതാക്കളെ അനുദിനം അടർത്തി മാറ്റിയെങ്കിലും ജയിക്കാൻ കഴിയാഞ്ഞത് BJPയെ തെല്ലൊന്നുമല്ല അലട്ടുന്നത്. മമതയുടെ വലംകൈയായിരുന്ന സുവേന്ദു അധികാരി അടക്കം പോയിട്ടും ദീദിയുടെയും തൃണമൂലിന്റെയും പ്രഭാവത്തിന് ബംഗാളിൽ മങ്ങലേറ്റില്ല. മറിച്ച് അത് കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. ഇത് മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതീക്ഷ നൽകിയ ഘടകമാണ്. കോൺഗ്രസ് ഇതര പ്രതിപക്ഷം എന്നത് പ്രായോഗികമല്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ആ പാർട്ടിയുടെ തണുപ്പത്ത ബലഹീനതകളുണ്ടോ അതിന്റെ ഇരട്ടിയാണ് മമത കാണിക്കുന്ന നേതൃപാടവവും കരുത്തും. കർഷക നിയമങ്ങൾ റദ്ദാക്കിയെങ്കിലും കേന്ദ്ര സർക്കാരിന് തലവേദന ഒഴിയുന്നില്ല. പ്രതിപക്ഷ പ്രതിഷേധത്താൽ പാർലമെന്റിനകവും പുറവും പ്രക്ഷുബ്ധമാണ്. മാപ്പ് ചോദിച്ച് കാർഷിക നിയമങ്ങൾ പിൻവലിച്ചിട്ടും കേന്ദ്ര സർക്കാരിന് കാര്യങ്ങൾ അത്ര സുഗമമാകുന്നില്ലെന്നാണ്
പാർലമെന്റ് സമ്മേളനവും തുടർ പ്രക്ഷോഭങ്ങളും വ്യക്തമാക്കുന്നത്. കാർഷിക നിയമങ്ങൾക്ക് പുറമെ കർഷകർ ഉന്നയിച്ച പ്രധാന പ്രശ്നങ്ങൾക്ക് നേരെ കേന്ദ്ര സർക്കാർ കണ്ണടയ്ക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ആ ആരോപണങ്ങൾ ശരിയാണ് താനും. നിയമങ്ങൾ റദ്ദാക്കാനുള്ള ബില്ലുകൾ അവതരിപ്പിച്ചതുവരെ വിവാദമായിരിക്കുകയാണ്. ഇരു സഭകളിലും യാതൊരു ചർച്ചകൾക്കും തയ്യാറാകാതെയാണ് കാർഷിക നിയമങ്ങൾ റദ്ദാക്കാനുള്ള ബിൽ പാസ്സായത്. ചർച്ചകൾ വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. താങ്ങുവില ഉറപ്പാക്കുക, കർഷക സമരത്തിനിടെ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്നീ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ തയ്യാറായില്ല. As to whether the government is going to compensate 700 farmers who passed away, who were martyred, and government answered that we have no record of any of these people. We have no record of these 700 people. So this list exists. But the government insists on saying that such a list does not exist. What is the purpose? These people have died as a result of the agitation. We are not talking about billions of dollars, thousands of crores of rupees. We are talking about minimum compensation for the sacrifice they have made. Prime Minister himself has said that he has made a mistake. He has apologized to the nation. Well, as a result of that mistake, 700 people have died. Now you are lying about their names. Why? Why don't you have the decency to give them what is their due? The government of India should pay their compensation and help these families. ഇതേ ആവശ്യങ്ങളിൽ കർഷക യൂണിയൻ നേതാക്കളുമായി സർക്കാർ നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും ഒന്നും സമവായത്തിലെത്തിയില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് കർഷക നേതാക്കളുടെയും തീരുമാനം. जब भी इन मुकदमों की बात हो या उससे पहले भी, क्योंकि उनके खिलाफ कोई भी एविडेंस आज तक हरियाणा सरकार या उसका प्रशासन नहीं जुटा पाया है, इसलिए उनको जल्दी से जल्दी रिहा किया जाए। ਤੇ ਬਣਾਏ ਨੇ ਕਾਨੂੰਨ ਉੱਥੇ ਸਦਨ ਵਿੱਚ ਕਰਕੇ ਉਸੇ ਤਰ੍ਹਾਂ ਐਮਐਸਪੀ ਦੀ ਗਰੰਟੀ ਦਾ ਕਾਨੂੰਨ ਜਿਹੜਾ ਹੈ ਉਹ ਵੀ ਉਹਦੇ ਵਿੱਚ ਹੀ ਸਾਨੂੰ ਵਿਸ਼ਵਾਸ ਦਿਵਾਉਣਾ ਚਾਹੀਦਾ ਹੈ। ਔਰ ਜਿਹੜੇ ਮੁੱਦੇ ਸਾਡੇ ਆ ਹਰਿਆਣੇ ਦੇ 45,248 ਜਿਹੜੇ ਸਾਡੇ ਇੱਥੇ ਸਾਡੇ ਕਿਸਾਨਾਂ ਦੇ ਉੱਤੇ, ਸਾਰਿਆਂ ਦੇ ਮਜ਼ਦੂਰਾਂ ਦੇ, ਕਈਆਂ ਤਰ੍ਹਾਂ ਦੇ ਲੋਕਾਂ ਦੇ ਉੱਤੇ ਜਿਹੜੇ ਇਹਨਾਂ ਦੇ ਉੱਤੇ ਮੁਕੱਦਮੇ ਦਰਜ ਨੇ, ਉਹਨਾਂ ਨੂੰ ਕੈਂਸਲ ਕੀਤਾ ਜਾਏ। ਔਰ ਜਿਸ ਤਰ੍ਹਾਂ ਸਾਡੇ ਜਿੰਨੇ ਸ਼ਹੀਦ ਪਰਿਵਾਰ ਹੋਏ ਨੇ ਜਿਹੜੇ ਸਾਡੇ, ਉਹਨਾਂ ਨੂੰ ਜਿਹੜਾ മുആവസ വഗേര और ਉਹਨਾਂ ਨੂੰ നൗਕਰੀਆਂ ਦਿੱਤੀਆਂ ਜਾਣ. ഇതിനിടെ ഇരട്ടി പ്രഹരമാവുകയാണ് സഭകൾ സ്തംഭിപ്പിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധം. വർഷകാല സമ്മേളനത്തിൽ കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിഷേധിച്ച എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര സർക്കാരിന് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് നിയമം റദ്ദാക്കുമ്പോൾ ആ ആവശ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധം ന്യായമാണെന്നും അതിന്റെ പേരിലുള്ള നടപടി അനീതിയാണെന്നും പ്രതികരിക്കാൻ നേതാക്കൾ മടിച്ചില്ല. A motion to suspend the members months after the day of occurrence of alleged disorderly conduct is not in order. Suspension of 12 members may kindly be revoked. I request you, sir. Incident happened in last session. How can you take this? Right. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ സഭാധ്യക്ഷന്മാർ തയ്യാറായില്ല. ഇതാണ് പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. 10th we have named members. On 10th we have named members. We have requested them also to go to their respective seats. I appealed. Please, Ramesh, when the chair is speaking, you are not supposed to disturb him. What is this? What is this? What is this? Please sit down. Sit down, Mr. Venugopal. This is not the way. If the members who have committed this sacrilege against the House, they have not expressed any remorse. On the other hand, they are justifying. And so, I don't think the appeal of the leader of opposition is worth considering. I am not considering it at all. പ്രതിപക്ഷത്തിന്റെ സമരം അന്യായമാണെന്നാണ് സർക്കാരിന്റെയും ബിജെപിയുടെയും ഭാഷ്യം. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്നതാണ് സമരത്തിന്റെ ലക്ഷ്യമെന്നാണ് ബിജെപിയുടെ ആരോപണം. ഇതോടെ പ്രതിപക്ഷത്തിനെതിരെ സമരമൊരുക്കുകയാണ് ബിജെപി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെ പ്രതിപക്ഷ സമരം അലങ്കോലമാക്കുന്ന തരത്തിലായിരുന്നു ബിജെപിയുടെ ധർണ. സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ഇല്ലാതാക്കൽ തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മൗസിൻഡ്രവും ചിറാപുഞ്ചിയും അടങ്ങുന്നതാണ് മേഘാലയ. മഴപ്രദേശങ്ങൾക്ക് മാത്രമല്ല, പ്രാചീന ഗുഹകൾക്കും പ്രശസ്തമാണ് ഈ സംസ്ഥാനം. മേഘാലയയിലെ ഗുഹകളെക്കുറിച്ച് അറിയാം അടുത്തതായി.
നിരവധി മലകളും കുന്നുകളും പുഴകളും തടാകങ്ങളുമെല്ലാം കൊണ്ട് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഇടമാണ് മേഘാലയ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന 2 സ്ഥലങ്ങളായ മൗസിൻഡ്രോവും ചിറാപുഞ്ചിയും അടങ്ങുന്നതാണ് ഈ സംസ്ഥാനം. ഇതുമാത്രമല്ല മേഘാലയയുടെ പ്രത്യേകത. ഇന്ത്യയിൽ ഗുഹകളിൽ ഏറ്റവും അധികമുള്ള ഒരു സംസ്ഥാനം കൂടിയാണിത്. രാജ്യത്തെ പ്രശസ്തമായ ഗുഹകളിലേറെയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മണൽക്കല്ല് ഗുഹ മേഘാലയയിലെ ക്രംബുരിയാണ്. ഈ ഗുഹയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് 2016 മാത്രമാണ്. ക്രംബുരി ക്രംലിയറ്റ് പ്രാഹ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഏകദേശം 34 കിലോമീറ്ററാണ് ഈ ഗുഹയുടെ നീളം. ഇത് ഇനിയും വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ക്രംബുരി മറ്റു പല ഗുഹകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതാണ് മറ്റൊരു സവിശേഷത. ഗുഹാ കവാടം കാണുമ്പോൾ വലിപ്പം തോന്നുമെങ്കിലും അകത്തേക്ക് പ്രവേശിക്കും തോറും വലിപ്പം കുറഞ്ഞു വരും. വെള്ളച്ചാലുകളും അപൂർവവർഗത്തിൽപ്പെട്ട മീനുകളും വവ്വാലുകളും ഒക്കെ ഗുഹയിൽ കാണാൻ സാധിക്കും. ഈ ഗുഹയ്ക്ക് വളരെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ നിന്ന് ദിനോസറുകളുടെ കാലത്തെ ഉരകജീവിയുടെയും ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ സാഹസിക യാത്രികരുടെ മാത്രമല്ല ജിയോളജിസ്റ്റുകളുടെയും ജന്തുശാസ്ത്ര ഗവേഷകരുടെയും ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഈ ഗുഹ. ചിറാപുഞ്ചിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മാവോസ്മായിയാണ് മറ്റൊരു പ്രശസ്തമായ ഗുഹ. ക്രംബുരിയുടെ അത്ര വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം നീളമേറിയ ഗുഹ തന്നെയാണ് ഇതും. ഇവിടുത്തെ പ്രത്യേകത വെള്ളം തളം കെട്ടി നിൽക്കുന്നു എന്നതാണ്. അതിനാൽ തന്നെ പാറകൾക്ക് വഴുവഴുപ്പുണ്ട്. ഈ ഗുഹയിലൂടെയുള്ള യാത്ര അതിനാൽ തന്നെ ദുർഘടമാണ്. അതാകണം വെറും 150 മീറ്റർ ദൂരം മാത്രമേ യാത്രികർക്ക് ഈ ഗുഹയിൽ സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ. മേഘാലയയിലെ മറ്റൊരു പ്രത്യേകതയുള്ള ഗുഹയാണ് സിജു. ഇവിടെ പലതരത്തിലുള്ള വവ്വാലുകളെ കാണാൻ സാധിക്കും. പണ്ടുകാലത്ത് വവ്വാലുകളുടെ വിഹാര വിശ്രമ കേന്ദ്രമായിരുന്നു സിജു. കുമ്മായ കല്ലുകളുള്ള ഈ ഗുഹ ഇന്ത്യയിലെ 3ാമത്തെ വലിപ്പമുള്ള ഗുഹയാണ്. അപൂർവ ഇനം ചെറുജീവികളെയും ഇവിടെ കാണാൻ സാധിക്കും. ക്രം കോട്ട് സിറ്റി ശ്രദ്ധ നേടുന്നത് അതിന്റെ 25ഓളം വരുന്ന ഗുഹാ കവാടങ്ങളിലൂടെയാണ്. ഇത്രയേറെ പ്രവേശന കവാടങ്ങളുള്ള ഗുഹകൾ കുറവാണ്. 21 കിലോമീറ്റർ നീളമുണ്ട് ക്രം കോട്ട് സിറ്റിക്ക്. ഗുഹയ്ക്ക് മുന്നിലെ തടാകം നീന്തിക്കടന്നു വേണം അകത്ത് കടക്കാൻ. ചെറുതും വലുതുമായ നിരവധി ഗുഹകൾ ഇനിയുമുണ്ട് മേഘാലയയിൽ. വേനൽക്കാലമാണ് ഈ ഗുഹകളിലേക്ക് യാത്ര നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം. മഴ മാറി നിൽക്കുമെന്നതിനാലും ഗുഹകളിൽ വെള്ളത്തിന്റെ അളവും സാന്നിധ്യവും കുറയും എന്നതിനാലുമാണ് വേനലിലെ യാത്ര അധികൃതർ പ്രോത്സാഹിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ചരിത്രശേഷിപ്പുകൾ കൂടിയാകാം. ചരിത്ര പ്രാധാന്യത്തിനപ്പുറം നിർമ്മാണ വാസ്തുശൈലികളുടെയും കൊത്തുപണികളുടെയും ജീവിക്കുന്ന മാതൃകകൾ കൂടിയാണവ. അത്തരത്തിലൊന്നാണ് കർണാടകയിലെ ഹാലേബിഡിലുള്ള ഹൊയ്സാലേശ്വര ക്ഷേത്രം. ഹാസനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയായാണ് ഹാലേബീഡ് സ്ഥിതി ചെയ്യുന്നത്. വൈഷ്ണവ ക്ഷേത്രങ്ങൾക്ക് പ്രശസ്തമായ ഹാലേബീഡിനെ ശ്രദ്ധേയമാക്കുന്നത് ശിവപ്രതിഷ്ഠയുള്ള ഹോയ്സാലേശ്വര ക്ഷേത്രമാണ്. പേര് സൂചിപ്പിക്കും പോലെ ഹോയ്സാല രാജവംശകാലത്ത് പണിതതാണ് ഈ ആരാധനാലയം.
12ാം നൂറ്റാണ്ടിൽ ഹോയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധന്റെ നിർദ്ദേശാനുസരണം പണിതതാണ് ഈ അമ്പലം. 14ാം നൂറ്റാണ്ടിലും 15ാം നൂറ്റാണ്ടിലും ഡൽഹി രാജാക്കന്മാർ ഹാലേബിഡ് ആക്രമിച്ചിരുന്നു. ആക്രമണത്തിൽ ഹോയ്സാല രാജവംശം തകർന്നു. ഹോയ്സാല വംശം പണിത നിരവധി ക്ഷേത്രങ്ങൾ നശിച്ചു. പക്ഷേ ആ ആക്രമണങ്ങളെ അതിജീവിച്ച അപൂർവം നിർമ്മാണങ്ങളിലൊന്നായിരുന്നു ഹോയ്സാലേശ്വര ക്ഷേത്രം. ചില ശില്പങ്ങൾക്ക് അങ്ങിങ്ങ് ചെറിയ നാശനഷ്ടങ്ങളുണ്ടായതൊഴിച്ചാൽ ഹോയ്സാലേശ്വര ക്ഷേത്രം ഇന്നും അതിന്റെ പഴയ പ്രൗഢിയിൽ നിലകൊള്ളുന്നു. ക്ഷേത്രഭിത്തികളിലെ കൊത്തുപണികൾ തന്നെയാണ് ഏറ്റവും ആകർഷണം. മൃദുലമായ കല്ലിലാണ് ശില്പങ്ങൾ അത്രയും കൊത്തിയെടുത്തിട്ടുള്ളത്. ശില്പങ്ങളിലെ വിസ്തരിച്ചുള്ള കൊത്തുപണികൾക്ക് നല്ല മിഴിവ് നൽകാൻ മൃദുലമേറിയ കല്ലുകൾ സഹായിച്ചിട്ടുണ്ട്. ഈ കല്ലുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാലം ചെല്ലുന്തോറും കല്ലിന് കാഠിന്യമേറും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കേടുപാടുണ്ടാകാനുള്ള സാധ്യതകളും കുറയുന്നു. വലുതും ചെറുതുമായ ശില്പങ്ങളെല്ലാം ഒറ്റക്കല്ലിൽ തീർത്തവയാണ്. ശിവക്ഷേത്രമാണെങ്കിലും വൈഷ്ണവ വിശ്വാസിയായിരുന്ന വിഷ്ണുവർദ്ധന്റെ നിർദ്ദേശാനുസരണം വൈഷ്ണവ മതത്തെ സൂചിപ്പിക്കുന്ന ശില്പങ്ങളും ക്ഷേത്രത്തിൽ ഉൾക്കൊള്ളിച്ചു. ഇതുതന്നെയാണ് ഇതിന്റെ സവിശേഷത. ക്ഷേത്രത്തിനുള്ളിലെത്തിയാൽ ഏറെ ശ്രദ്ധ നേടുന്നത് ശിവന്റെ ശില്പമാണ്. ശിവന്റെ തലയ്ക്ക് മുകളിലുള്ള ഭാഗത്ത് ചെറിയ ശിരസ്സുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം കണ്ണിലൂടെ കടന്ന് വായിലൂടെയും ചെവിയിലൂടെയും പുറത്തുവരുന്ന രീതിയിലാണ് എല്ലാ ശിരസ്സും നിർമ്മിച്ചിട്ടുള്ളത്. ആധുനിക സംവിധാനത്തിന്റെ സഹായത്തിൽ പോലും ഇത്രയും പിഴവില്ലാതെ ആ ശില്പം നിർമ്മിക്കാനാകുമോ എന്ന് സംശയം തോന്നിപ്പോകും. കല്ലിൽ കടഞ്ഞെടുത്ത തൂണുകളുടെ നിർമ്മാണവും ഏറെ കൗതുകമുണർത്തുന്നതാണ്. ലെയ്ത്തുകളുടെ സഹായത്തോടെ മാത്രം ചെയ്യാമെന്ന് കരുതുന്ന രീതിയിലാണ് തൂണുകളെല്ലാം കടഞ്ഞെടുത്തിട്ടുള്ളത്. മുകൾ ഭാഗങ്ങളും കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞതാണ്. നിരവധി അക്രമങ്ങളെയും കാലചക്രത്തിന്റെ ദ്രവീകരണത്തെയും അതിജീവിച്ച ഹോയ്സാലേശ്വര ക്ഷേത്രം പഴയ പ്രൗഢിയോടെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ന്യൂസ് 18 ഇന്ത്യ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.